എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്, ഉള്ളിച്ചോറ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് ഒരു 80% വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇവയൊക്കെയാണ്. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും സ്വാദ് കൂടുതൽ കേട്ടോ. എന്നിട്ട് അതിൽ കടുകിട്ട് പൊട്ടിച്ചെടുത്തു. ശേഷം കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം കൂട്ടത്തിൽ തന്നെ മാറിക്കിട്ടും. നിങ്ങൾ ചോറിൽ ഉപ്പിട്ടിട്ടല്ല വേവിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർക്കാവുന്നതാണ്. ഉള്ളി നന്നായി വഴഞ്ഞു വന്നതും അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മതിയാവും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലെണ്ണ, ചെറിയ ഉള്ളി, നെയ്യ് ഇതെല്ലാം ചേർക്കണം. അപ്പോഴേ അതിൻ്റെ സ്വാദ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.